വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് റൂം ബൈ എമ്മ ഡൊണഫ് എന്ന വർക്കാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. സോ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്ന കാര്യം എന്നുള്ളത്, ഈ ഒരു വർക്ക് എന്നുള്ളത് എൻജോയബിൾ ബട്ട് ചലഞ്ചിങ് റീഡാണ്. ഈ ഒരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ള റീഡേഴ്സിനുള്ള തീംസ് എന്നുള്ളത് ഫിയർ, കമ്മ്യൂണിക്കേഷൻ, ഫാമിലി ആൻഡ് സൊസൈറ്റി. റൂം പറയുന്നുള്ളത് ഈസ് എ പവർഫുൾ ആൻഡ് ഇമോഷണൽ സ്റ്റോറി അബൌട്ട് സർവൈവൽ, റെസിലിയൻസ് ആൻഡ് ദ ബോണ്ട് ബിറ്റ്വീൻ എ മദർ ആൻഡ് ഹെർ ചൈൽഡ്. ഈ ഒരു സ്റ്റോറി എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ഇമ്പാക്റ്റ് ഓഫ് ട്രോമ, അതുപോലെ തന്നെ പ്രോസസ് ഓഫ് റിക്കവറിയാണ് ഈ ഒരു വർക്ക് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. അൺഇമാജിനബിൾ സർക്കംസ്റ്റൻസസിൽ ഉള്ള മെറ്റേണൽ ലോൻ്റെ പവർ, അതാണ് ഈ ഒരു വർക്കിൽ പറയുന്നുള്ള ഒരു മെസ്സേജ് എന്നുള്ളത്. 2010 വർക്കാണ് ഈ റൂം എന്ന് പറയുന്നുള്ളത്. ഈ ഒരു നോവൽ അബൌട്ട് എ ബോയ് നെയിംഡ് ജാക്ക്. അവൻ്റെ മദറിൻ്റെ ഒന്നിച്ചൊരു സിംഗിൾ റൂമിലാണ് താമസിക്കുന്നുള്ളത്. റൂം പറയുന്നുള്ളത് ക്രൈം ത്രില്ലർ നോവൽ. ഇത് എക്സ്പ്ലോർ ചെയ്യുന്ന തീംസ് എന്നുള്ളത് ട്രോമ, ഇന്നോസെൻസ്, അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി ത്രൂ ദ ഐസ് ഓഫ് 5-year-old നറേറ്റർ ജാക്ക്. 5-year-old ആയിട്ടുള്ള ജാക്ക് ജീവിക്കുന്നുള്ളത് 26 വയസ്സുള്ള അവൻ്റെ അമ്മയോടൊപ്പം ഒരു റൂമിലാണ്. ആ ഒരു റൂം എന്നുള്ളത് സെക്യൂർഡ് സിംഗിൾ റൂമാണ്. ആ ഒരു റൂമിൽ സ്മോൾ കിച്ചണും ബേസിക് ബാത്റൂമും വാർഡ്രോബും ബെഡും അതുപോലെ തന്നെ TV സെറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജാക്ക് ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ റൂമിലുള്ള തിങ്സ് അവനും അവൻ്റെ അമ്മയും പിന്നെ ആ ഒരു റൂമിലുള്ള ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റിയൽ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നുള്ളത്. അവൻ്റെ അമ്മയാണെങ്കിൽ ഇവൻ്റെ ഈ ഒരു ജീവിതത്തിനോട്, അവനക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത ആ ഒരു ജീവിതത്തിനോട് ഒരു നിരാശയായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ വിശ്വസിച്ചിരുന്നുള്ളത് റെസ്റ്റ് ഓഫ് ദ വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് ടെലിവിഷനിൽ മാത്രം ആണ് എന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അവൻ്റെ അമ്മ മാക്സിമം ബെസ്റ്റ് ടു കീപ്പ് ജാക്ക് ഹെൽത്തി ആയിട്ടും ജാക്കിനെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എക്സസൈസസ്, ഫിസിക്കലും മെൻ്റൽ എക്സസൈസസിൽ അവൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി ഡയറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. ലിമിറ്റിംഗ് TV വാച്ചിങ് ടൈം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ബോഡി ആൻഡ് ഓറൽ ഹൈജീന് അവൻ നൽകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അവൻ്റെ മദർ അവനക്ക് ഒരു ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാക്കിന് ആകെ അറിയുന്നുള്ള മറ്റൊരു പേഴ്സൺ, അവനെ എപ്പോഴും കാണുന്നുള്ളൊരു പേഴ്സൺ എന്നുള്ളത് ഓൾഡനിക്ക് മാത്രമാണ്. ഓൾഡനിക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാ രാത്രിയിലും അവരുടെ റൂം വിസിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ നൽകുകയും ചെയ്യും.